നമസ്കാരം. നിങ്ങൾക്ക് പുളി കുറഞ്ഞ ദോശയാണോ ഇഷ്ടമെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഞങ്ങൾ എപ്പോഴാണ് അരി അരക്കുന്നത് അതിന് തൊട്ട് ഒരു 1.5 മണിക്കൂർ മുമ്പ് അരിയും ഉഴുന്നും കുതിർത്ത് വെച്ചാൽ മതി. കൂടുതൽ സമയം വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. ഞാൻ കുതിർക്കുന്ന രീതി എന്ന് വെച്ചാൽ 2 ഗ്ലാസ് അരിയാണെങ്കിൽ ഒരു 3/4 ഗ്ലാസ്സിൽ കുറച്ച് കുറവായിട്ട് ഉഴുന്നെടുക്കും. രണ്ടും ഒന്നിച്ച് തന്നെ കുതിർത്ത് അന്നേരം തന്നെ കഴുകി കുതിർത്ത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ ആ കുതിർത്ത വെള്ളത്തോടെ അരച്ചെടുക്കും. പിന്നെ കലക്കി വെക്കലൊന്നുമില്ല. ഇതിൽ അരച്ചൊഴിച്ചതിന് ശേഷം കഴുകിയിട്ടുണ്ടല്ലോ അതിൻ്റെ മേലെ കൂടി അങ്ങ് ഒഴിച്ചതാണ്. ഇളക്കിയിട്ടൊന്നുമില്ല. ഉപ്പും ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഉപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ പുളിയൊന്നും ഉണ്ടാവില്ല. നല്ലോണം പൊങ്ങി വരുമെല്ലാം ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടാകും. പുളി താല്പര്യമില്ലാത്തവർക്ക് ഈ രീതിയിലുള്ള ദോശ നല്ല ഇഷ്ടമായിരിക്കും. ചോറ് ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. വെറും ഉഴുന്നും പച്ചരിയും കുറച്ച് കൂടുതൽ വെള്ളത്തിൽ അരച്ചെടുക്കണം. ഈ കുതിരാതെ കൊണ്ട് കുറച്ച് വെള്ളം അധികം ആവശ്യമുണ്ടാകും. ഇനിയിപ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് ചുട്ടെടുക്കാം. പാനടുപ്പത്ത് വെച്ചു. നല്ല ചൂടായിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം. നല്ല സോഫ്റ്റ് ദോശയില്ല, കണ്ട. ഉണക്കണ്ടിക്ക് ഉണക്കാം. ഒട്ടും തന്നെ പുളി ഉണ്ടാവില്ല. മുതിരക്കറിയും ദോശയാണ്. കണ്ട, നല്ല പുളിദോശ. പിന്നെ നല്ല പുളി വേണ്ടാത്തവർ ഇതുപോലെ ഉണ്ടാക്കാത്തത് നല്ല ടേസ്റ്റാണ്. നല്ല പൊങ്ങിയ ഉഴുന്നും ഉണ്ട്. ഉഴുന്നില്ലാതെ ദോശ തിന്നിട്ട് കാര്യമില്ലല്ലോ. ചോറ് പോലെ തന്നെയല്ലേ.